പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബാപ്റ്റിസം സ്നാനം സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാത്താൻ്റെ മേൽ അധികാരമുണ്ട്. കാരണം കൊളോസ്സോസ് ലേഖനം 2:14 വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, യേശു ക്രൂശിൽ സാത്താനെ പരാജയപ്പെടുത്തി ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. ആ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നെ തന്നെ നീ സംസ്കരിക്കുക. നീയല്ല സംസ്കരിക്കുന്നത്, കർത്താവിൻ്റെ അഭിഷിക്തൻ നിനക്ക് ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയിൽ നടക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ മരണത്തിൽ നിന്നെ തന്നെ സംസ്കരിക്കുകയാണ്. ആ മരണത്തിലൂടെയാണ്, യേശുവിൻ്റെ മരണത്തിലൂടെയാണ് നീ നീതീകരിക്കപ്പെട്ടത്, വിശുദ്ധീകരിക്കപ്പെട്ടത്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടത്, ദൈവമക്കളെന്ന പദവി കിട്ടിയത്, നിനക്ക് രക്ഷ ലഭിച്ചത്, പാപമോചനം ലഭിച്ചത്, വിശുദ്ധീകരണം ലഭിച്ചത്, നീതീകരണം ലഭിച്ചത്. ഇതെല്ലാം സൗജന്യമായി യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല സാത്താൻ്റെ മേൽ ആധിപത്യം. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും വചനത്തെക്കുറിച്ച് അജ്ഞതയാണ്. പഴയ നിയമത്തിൽ സാത്താൻ മനുഷ്യനെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സാത്താൻ്റെ ആ അടിമത്തത്തിൽ നിന്ന് നിന്നെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. യേശു പ്രകാരം പറഞ്ഞു, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ലൂക്കാ 10:19. അധികാരം തന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതാണ്. ഇന്ന് ആ അധികാരം യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ അവയവങ്ങളായ നമുക്കെല്ലാവർക്കും അധികാരമുണ്ട്. 1 കൊരിന്തോസ് 12:27. പലപ്പോഴും സംശയം വരും, ഇത് ഞങ്ങൾക്ക് ഈ അധികാരം ഉണ്ടോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച് യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായ എല്ലാവർക്കും ഈ അധികാരമുണ്ട്. നിങ്ങളെ നോക്കി ദൈവവചനം വിളിക്കുന്നത് 1 പത്രോസ് 2:9 വാക്യം. നിങ്ങൾ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വാത്സല്യഭാജനമാണ്, രാജകീയ പുരോഹിതരാണ്. നിങ്ങളെ കാണുമ്പോൾ സാത്താൻ കാണുന്നത് കുരിശിൽ അവനെ പരാജയപ്പെടുത്തിയ, അവൻ്റെ തലയെ തകർത്ത കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. കാരണം ഇന്ന് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഗോഡ് ബ്ലെസ് യു.